Dear students, നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോകളിലായി ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ 1 മുതൽ 51 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഓർക്കുക, ഏറ്റവും പ്രധാനമായിട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസാണ് ഫസ്റ്റ് ടോപ്പിക്കും ആൻഡ് ദ തേർഡ് ടോപ്പിക്കും. വളരെ പ്രധാനപ്പെട്ട ഏരിയാസാണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസാണ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 52. A body of mass capital M executes vertical SHM with the periods T1 and T2 when separately attached to a spring A and spring B respectively. The period of SHM when the body executes SHM as shown in the figure is T0. Then how we can relate? അപ്പോൾ ആദ്യം ഓരോ സ്പ്രിങ് ആയിട്ട് അവനെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, സോ നമ്മൾ സ്പ്രിങ് എ നമ്മൾ അണ്ടർ കൺസിഡറേഷൻ ആണെന്നിരിക്കട്ടെ ഫോർ ദ സെയിം ക്യാപിറ്റൽ എം മാർക്സ്. അപ്പോൾ അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടൈം പീരീഡ് സിമ്പിളായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. T1 എന്ന് പറയുന്നത് 2π × m ഡിവിഷൻ ബൈ K1. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്പ്രിങ്ങിന് നമുക്ക് ഇക്വേഷൻ എഴുതാം. ദ ടൈം പീരീഡ് T2 is equal to 2π × m ഡിവിഷൻ ബൈ ദാറ്റ് K2. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഈ ഒരു കോൺഫിഗറേഷനിലേക്ക് മാറ്റുമ്പോൾ, സ്ട്രക്ചേർഡ് ആക്കുമ്പോൾ, വി ഹാവ് ടു കൺസിഡർ ദാറ്റ് സ്പ്രിങ്സ് ആർ ഇൻ പാരലൽ. അപ്പോൾ സ്പ്രിങ്സ് പാരലൽ ആണെങ്കിൽ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം K എഫക്റ്റീവ് എന്ന് പറയുന്നത് K1 + K2 ആയിരിക്കും. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് Kക്ക് റിലേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഫസ്റ്റ് റിലേഷനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ വി ഗെറ്റ് ദ ഫോം T1² എന്ന് പറയുന്നത് 4π² × m ഡിവിഷൻ ബൈ K1. അങ്ങനെയാണെങ്കിൽ നമുക്ക് K1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4π² m ഡിവിഷൻ ബൈ ദാറ്റ് T1². അതേപോലെ നമുക്ക് K2വിന് എക്സ്പ്രഷൻ എഴുതിയാൽ വി ക്യാൻ റൈറ്റ് 4π² m ഡിവിഷൻ ബൈ ദാറ്റ് T2². അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരൊറ്റ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻറ്റ് K ആണെങ്കിൽ ആ Kയുടെ വാല്യൂ എന്ന് പറയുന്നത് 4π² ഫോർ ദ സെയിം മാസ്, ബട്ട് ദ ടൈം പീരീഡ് ഈസ് ഹിയർ ഗിവൺ ആസ് T0². അപ്പോൾ അത് നമ്മൾ ഈ കിട്ടിയ റിലേഷനിലേക്ക് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Kക്ക് പകരം നമുക്ക് എഴുതാം 4π² m ഡിവിഷൻ ബൈ T0² ഈക്വൽ ടു 4π² m ഡിവിഷൻ ബൈ T1² പ്ലസ് 4π² m ഡിവിഷൻ ബൈ T2². അപ്പോൾ സ്വാഭാവികപരമായിട്ട് ന്യൂമറേറ്റർ ക്യാൻസലായിട്ട് മാറുകയാണ്. സോ നമുക്കപ്പോൾ ഇവനെ ഡിനോമിനേറ്ററിലേക്ക് എടുത്താൽ T0⁻² എന്ന് പറയുന്നത് T1⁻² പ്ലസ് T2⁻². വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായിട്ട് മാറി. വി ക്യാൻ റൈറ്റ് D as the answer for the problem. So we can move with the next one, 53. The amplitude of a pendulum executing simple harmonic motion falls to 1/3 of the original value after 100 oscillations. The amplitude falls to S times the original value after 200 oscillations where S is. അപ്പോൾ നമ്മുടെ ഡാംപ്ഡ് ഓസിലേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഡിക്രിമെൻറ്റ് നമുക്കറിയാം, അത് എക്സ്പോണൻഷ്യലി ആണെന്ന് നമുക്കറിയാം. സോ ആഫ്റ്റർ എ ടൈം T വി ക്യാൻ സേ AT is equal to അതിൻ്റെ പീക്ക് വാല്യൂ ഇൻറ്റു e⁻b/2m × T. ഇപ്പോൾ ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കൺസെപ്റ്റ് ഓർമ്മയിരിക്കട്ടെ. നമുക്കതിനെ എളുപ്പം മൂവ് ചെയ്യാൻ വേണ്ടി e⁻ കോൺസ്റ്റൻ്റ് K × T. അപ്പോൾ ആദ്യം പറയുകയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1/3 ഓഫ് ദ അവൻ്റെ പീക്ക് വാല്യൂവിലേക്ക് മാറുകയാണ്. അത് എത്ര ഓസിലേഷൻസ് കഴിയുമ്പോൾ? യെസ്, 100 ഓസിലേഷൻസ്. അപ്പോൾ അവൻ്റെ ഒരു ഓസിലേഷൻ്റെ ടൈം പീരീഡ് T ആണെന്ന് വിചാരിച്ചാൽ നമുക്കതിനെ
100t എന്ന് നമുക്ക് കൊടുക്കാം. That is a very important one. അപ്പോൾ a0 cancel ആയാൽ we get the relation 1/3 is equal to 1/e raised to k 100t. So 3 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി e raised to k 100t ആയിട്ട് നമുക്ക് എഴുതാം. ഇത് നമുക്ക് കിട്ടിയ ഒരു കണ്ടീഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ കേസിൽ അവർ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദെൻ എത്ര 200 ഓസിലേഷൻസ് കഴിയുമ്പോൾ അത് 1/s ആയിട്ട് മാറുന്നുവെന്നാണ്. അപ്പോൾ വീണ്ടും ഈ റിലേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് a0/s is equal to a0 into e raised to minus that 200t. That is equal to നമുക്ക് 1/s എന്ന് പറയുന്നത് 1/e raised to k 200t ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന കൺസെപ്റ്റ് എസ് എന്ന് പറയുന്നത് e raised to k into 100t² എന്ന് എഴുതിക്കൂടെ നമുക്ക്. അപ്പോൾ അവിടെ ഈ വാല്യൂ എത്രയെന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 3. സോ 3² ആയിട്ട് മാറുമ്പോൾ എന്താണെന്ന് നമുക്ക് പറയാം, എസിൻ്റെ വാല്യൂ 9 ആണ്. ദാറ്റ് മീൻസ് 1/9 ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് ഫോൾ ചെയ്യുന്നു എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. We can move to the question number 54. A simple pendulum has a metal bulb which is negatively charged. It is allowed to oscillate above a positively charged metallic plate. Then its time period will be. അപ്പോൾ നമുക്ക് സാധാരണ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ അവിടെ ഒരു ഇക്വേഷണൽ കൺസെപ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ജി ആണ്. അപ്പോൾ അത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. പക്ഷേ രണ്ടാമത് പറയുന്ന സിറ്റുവേഷൻ അങ്ങനെയല്ല. അതിന് പകരമായിട്ട് ഇവനൊരു -q ചാർജ് കൊടുക്കുകയാണ്. അതോടൊപ്പം it is allowed to oscillate above a positively charged metal plate. അപ്പോൾ അവ തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ വരികയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും അവിടെ ഒരു പോസിറ്റീവ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ വരികയാണ്. സോ ഇറ്റ് വിൽ ഇമ്പോർട്ട് അനദർ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കേസ് വരുമ്പോൾ അവിടുത്തെ ജിക്ക് പകരം ഒരു ജി എഫക്റ്റീവായിട്ട് മാറുന്ന സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ ഒരു പാർട്ട് ഓഫ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കാരണം അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് കാരണം ഈ ജി എഫക്റ്റീവ് കൂടുകയാണ് ദാൻ ദി ഒറിജിനൽ. അപ്പോൾ ജി എഫക്റ്റീവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ ടൈം പീരീഡ് മസ്റ്റായിട്ട് എന്ത് ചെയ്തേ പറ്റൂ, ഡിക്രീസ് ചെയ്തേ പറ്റൂ. സോ വി ക്യാൻ സേ ബി എസ് ദി ആൻസർ ഫോർ ദ പ്രോബ്ലം. So we can move with the question number 55. Masses MA and MB hanging from the ends of strings of length LA and LB are executing simple harmonic motion. If their frequencies are given, FA take the value as 2 times of FB. Then അപ്പോൾ ഇവിടെ നമ്മുടെ ചോയ്സസ് നമ്മൾ തരുമ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസിയുടെ റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു കാരണവശാലും മാസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/2π ഇൻറ്റു ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് ജി ഡിവിഷൻ ബൈ എൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ്സാണ്. അപ്പോൾ മാസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട, ലെങ്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫ്രീക്വൻസി ഓഫ് എ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ദാറ്റ് 1/2π ഇൻറ്റു റൂട്ട് ഓഫ് എയുടെ കേസ് വരുമ്പോൾ എ ലെങ്ത് ഓഫ് എ ആണ് അണ്ടർ കൺസിഡറേഷൻ. അത് 2 times of 1/2π ഇൻറ്റു റൂട്ട് ഓഫ് ദാറ്റ് ജി ഡിവിഷൻ ബൈ എൽ ഓഫ് ബി ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1/2π ക്യാൻസൽ ആവും. ഒന്ന് നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചു 1/LA ഈക്വൽ ടു 4 times of 1/LB ആയിട്ട് മാറുകയാണ്. ദാറ്റ് മീൻസ് LB is equal to 4 times of L into A. So that is the concept. So we can say C as the choice. അവിടെ മാസിന് ഡിപ്പെൻഡൻസ് ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. So we can move to the question number 56. The time period of a simple pendulum is 2 times. If its length is increased by 4 times, then its period becomes. നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലത്തെയും ആണ്. ഇവിടെ രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുകയാണ് ദാറ്റ് ലെങ്ത് ബിക്കം 4 times എന്നാണ് പറയാം. എന്ന് പറയുമ്പോൾ √4 ബിക്കം 2 times ഓഫ്
2 pi into root of L by G. So ഇത് നമ്മുടെ ഒറിജിനൽ ടൈം പീരീഡ് ആയതുകൊണ്ട് we can say 2 into that T. So that is equal to 2 into 2, that is equal to 4 seconds. So we get the answer as D choice. We can move to the next question, number 57. A good question is waiting. Two simple pendulums of length 5 meter and 20 meter. So അതിൻ്റെ നമുക്ക് L1 എന്നും L1 is equal to 5 meter and L2 that is given as 20 meter are given small linear displacement in one direction at the same time. They will again be in phase when the pendulum of shorter length has completed. അപ്പം രണ്ട് പെൻഡുലംസ് ഉണ്ട്. അവ ഒരെണ്ണം ഷോർട്ടറാണ്, ഒരെണ്ണം ലോങ്ങറാണ്. അപ്പോൾ ഒരേ ഫേസിൽ നിന്ന് അവർ ആരംഭിച്ചു. അപ്പോൾ പല ആംപ്ലിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് പല ടൈം പീരീഡുകൾ വന്നു. സപ്പോസ് അവർ ടി സമയം കഴിയുമ്പോൾ അത് ഒരുമിച്ച് ചേർന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഷോർട്ടറിൻ്റെ ടൈം പീരീഡ് ക്യാപിറ്റൽ T1 ആണെങ്കിൽ അത് N1 ഓസിലേഷൻ കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് വരുന്നതെങ്കിൽ നമുക്ക് ലാർജറിൻ്റെ നമ്പർ ഓഫ് ഓസിലേഷൻ N2ഉം ടൈം പീരീഡ് T2 ആയിട്ട് എടുത്താൽ നമ്മുടെ ആ ഈക്വൽ സമയം N1 T1 ഷുഡ് ഈക്വൽ ടു N2 T2 എന്ന് എഴുതിക്കൂടെ. അവിടെ ഈ T1 എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് ദ ഷോർട്ടർ പെൻഡുലമായിട്ട് മാറുമ്പോൾ നമുക്കതിനെ L1 ഡിവിഷൻ ബൈ G ആയിട്ട് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് N2 ഇൻറ്റു 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് L2 ഡിവിഷൻ ബൈ G ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് N1 ആണ്. സോ N1 ബൈ N2 എന്ന് പറയുന്നത് റൂട്ട് L2 ഡിവിഷൻ ബൈ L1 ആയിട്ട് മാറുകയാണ്. L2 എന്ന് പറയുന്നത് ഇവിടെ 20 എന്നാണ് നമുക്ക് തന്നിരിക്കുക. L1 എന്ന് പറയുന്നത് 5ഉം. അപ്പോൾ റൂട്ട് 4 ആയിട്ട് മാറുകയാണ്, 2 ആണ്. അപ്പോൾ നമ്മൾ ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് N1 by N2, number of oscillations for the shorter pendulum by the larger pendulum is 2 by 1. So we can say the shorter pendulum corresponds to 2 number of oscillations and the larger one after 1 എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ for 57 we can say C is the choice. We can move with the question number 58. A mass small m is vertically suspended from a spring. The system oscillates with a frequency n. So n എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം 1 by 2 pi into root of k by m. അടുത്ത് പറയാണ് what will be the frequency of the system if a mass form is suspended. അപ്പോൾ അങ്ങനെ വരുമ്പോൾ n ഡാഷ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാസ് വ്യത്യാസപ്പെടുന്നു എന്നാണ് നമ്മളോട് പറയുക. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ആസ് എ ഫോർ എം. സോ റൂട്ട് 4 2 ആവുന്നു. സോ 1 by 2 ടൈംസ് ഓഫ് 1 by 2 pi ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം. 1 by 2 pi ഇൻറ്റു റൂട്ട് കെ ബൈ എം എന്ന് പറയുന്നത് n ആയിട്ട് മാറുമ്പോൾ വി ക്യാൻ റൈറ്റ് ടു ബി ഈക്വൽ ടു n by 2. So that is the answer. We get the C choice. So we can move with the question number 59. If the length of a simple pendulum is increased by 2%, what is then the time period? നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് T is equal to 2 pi into root of L by G ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ G എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഒരു കോൺസ്റ്റന്റ് കൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞാൽ T എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു റൂട്ട് L ആയിട്ട് വരുന്നു. സോ അങ്ങനെയാണെങ്കിൽ ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി ബൈ ടി ഈസ് ഈക്വൽ ടു ഇവിടെ L റൈസ് ടു ഹാഫ് എന്നുള്ള ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഫങ്ഷൻ റൈസ് ടു എ നമ്പർ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ദാറ്റ് ഫ്രാക്ഷണൽ എറർ ഇൻ L ഇൻറ്റു 100%. അപ്പോൾ ഇവിടെ പറയുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലം ഈസ് ഇൻക്രീസ്ഡ് വാട്ട് 2%. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 1%. So that is equal to half into delta L by L. Delta L by L ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2%. 2%. So 1% എന്നാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആണ് ലെങ്ത് പ്രൊപ്പോർഷൻ. അപ്പോൾ 1% എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ആ കൺസെപ്റ്റ് 1% കൂടുന്നു എന്ന് നമുക്ക് പറയാം. സോ വി ഗെറ്റ് ദ ആൻസർ 59 ആസ് എ C choice. So we can move with the question number 60.
A holosphere is filled with water. So a holosphere that is filled with water and it is hung by a long thread. Yes. As the water flows out of a hole at the bottom, the period of oscillation. അപ്പോൾ ഒരു അല്പം വാട്ടർ ഇതിൽ നിന്ന് ഡ്രെയിൻഡ് ഔട്ടായി മാറുമ്പോൾ സ്വാഭാവികപരമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വാട്ടറിൻ്റെ ലെവൽ മാറുകയാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോബ് അവിടെയാണെങ്കിൽ ലെങ്ത് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് താഴോട്ട് വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു എന്നർത്ഥം. പക്ഷെ അതേ സമയത്ത് ഫുള്ളി വാട്ടർ ഡ്രെയിൻഡ് ഔട്ട് ആയാൽ നമുക്കറിയാം സെൻട്രൽ മാസ് വീണ്ടും പഴയ പൊസിഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ആദ്യം ലെങ്ത് കൂടുകയാണ്, പിന്നെ ലെങ്ത് കുറയുകയാണ്. അപ്പോൾ ടൈം പീരീഡ് അറ്റ് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്, ദെൻ ഡിക്രീസ് ചെയ്യുകയാണ്. സോ വി ക്യാൻ ടേക്ക് എ ആസ് ദി ഓപ്ഷൻ. We can move with the question number 61. If a simple harmonic oscillator has got a displacement of 0.02 meter and acceleration equal to 2 meter per second square at any time, the angular frequency of the oscillator is equal to. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് നമുക്ക് 0.02 മീറ്റർ ആണെന്ന് തന്നിരിക്കുകയാണ്. ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻ മാഗ്നിറ്റ്യൂഡ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് ഗിവൻ ആസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ആംഗുലർ ഫ്രീക്വൻസിയാണ് വേണ്ടത്. സോ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 2/x, എക്സ് എത്രയാണ് 0.02. അപ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് ഒമേഗയാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു √100. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് 10 റേഡിയൻ പെർ സെക്കൻഡ്. That means A as the answer. And we can move with the question number 62. A simple harmonic oscillator has an amplitude capital A and a time period capital T. The time required by it to travel from x is equal to A to x is equal to A by 2 is. So നമുക്കറിയാം സാധാരണ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എടുക്കുമ്പോൾ x is equal to A sin omega into time. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹൗ ടു ഫൈൻഡ് ദ ടൈം. സോ നമുക്കിവിടെ ഒമേഗ 2π/t × t എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷെ അവിടെ എക്സ് എന്ന് പറയുന്നത് എയിൽ നിന്ന് A/2ലേക്കുള്ള ട്രാവലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, അപ്പോൾ ഇതാണ് മെയിൻ പൊസിഷനിലെങ്കിൽ അപ്പോൾ നമ്മുടെ ആ ഒരു ടു ആൻഡ് ഫ്രോ എബൌട്ട് ദ മെയിൻ പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന പൊസിഷൻ, ആ പൊസിഷനിൽ നിന്ന് അപ്പം അവൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഇപ്പോൾ എ ആണ്, അതിൽ നിന്ന് A/2ലേക്ക് യെസ് അത് അവിടെ നിന്ന് ഇതുവരെ ട്രാവൽ ചെയ്യാനുള്ള സമയമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം മെയിൻ പൊസിഷനിൽ നിന്ന് എ വരെയുള്ള ടൈം നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് A/2 ഉള്ളത് എടുക്കുന്നതാണ് നമുക്ക് കംഫർട്ടായിട്ട് ആൻസർ കിട്ടുന്നതിനുള്ള എളുപ്പ വഴി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ആദ്യം 0 തുടങ്ങി എ വരെ ട്രാവൽ ചെയ്തു എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കി. അപ്പോഴത്തേക്കും സൈൻ ഓഫ് ദ വാല്യൂ 1 ആയി മാറി അല്ലേ. എന്ന് പറയുമ്പോൾ 1 സംഭവിക്കണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് π/2 ആണെന്നല്ലേ. പൈയും ക്യാൻസലായില്ലേ. അപ്പോൾ സമയം എന്ന് പറയുന്നത് T/4 ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ആ T എന്ന് പറയുന്നത് ഓർക്കണേ, നമ്മുടെ ഇത് മുതൽ ഇതുവരെ ട്രാവൽ ചെയ്യുന്ന സമയമാണ്. നമുക്കതിനെ T1 എന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് നമുക്ക് എങ്ങനെ ഇടാം? അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ്? A/2 ആയിട്ട് മാറുകയാണ്. സോ A/2 is equal to A into sin 2π/t into t. അപ്പോൾ അവിടെ എയും എയും ക്യാൻസലായിട്ട് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് കിട്ടുന്നത് ഏത് കേസാണെന്ന് നമ്മൾ ശ്രദ്ധിച്ച് സൈനിൻ്റെ കൺസെപ്റ്റ് വരുമ്പോൾ അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ദാറ്റ് സൈൻ 30ക്കാണ് അല്ലേ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് π/6. പയ്യും ക്യാൻസലായി കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന സമയം T2 ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ടൈം പീരീഡ് ഡിവിഷൻ ബൈ 12 ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിനെടുക്കേണ്ട സമയം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു T/4 മൈനസ് T/12 ആയിട്ട് നമുക്ക് എടുക്കാം. That means nothing but equal to T/6. So we can take A as the answer.
So we can move with the question number 63. A body is executing XHM when the displacement from the mean position are 4 cm and 5 cm. The corresponding velocities of the body are 10 cm per second and 8 cm per second. Then the time period of the body are. അപ്പോൾ അവിടെ പറയുന്നത് 4 സെൻറ്റിമീറ്ററിൽ 10 വെലോസിറ്റിയും 5 സെൻറ്റിമീറ്റർ ആയപ്പോൾ അവൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണ് പറയുന്നതെങ്കിൽ അതിന് നമുക്ക് സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഡിവിഷൻ ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസ് നമുക്ക് എങ്ങനെ എഴുതാം? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണ്. രണ്ടാമത്തെ കേസ് നമുക്ക് എങ്ങനെ എഴുതാം? 8 എന്ന് പറയുന്നത് യെസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ദാറ്റ് റൂട്ട് ഓഫ് എ സ്ക്വയർ ഡിവിഷൻ ബൈ 5 സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 5/4 ആയിട്ട് മാറി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ we get as a 25/16 is equal to a square minus 4 square, the division by a square minus 5 square. ഒന്ന് നമുക്ക് ക്രോസ് ചെയ്താലേ 25a square minus 25 into 25 equal to 16a square minus 16 into 16. So 25 minus 16a square, that is equal to 9a square, that is equal to 25 into 25, 625 minus 16 into 16, 256. So a square equal to 369 by 9. So that is the concept here. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ആദ്യത്തിലേക്ക് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ദ കൺസെപ്റ്റ്. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ദാറ്റ് 4 സ്ക്വയർ എന്നാണ് നമുക്ക് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം പീരീഡ് ഒമേഗയാണ്. സോ ദാറ്റ് ഈസ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സ്ക്വയർ. ദ എ സ്ക്വയർ ഈസ് വാട്ട് 369 by 9 minus 16. So that is equal to root of 9 into 16. 369 minus 16 into 9. That is equal to 225 by 9 into omega. So that is equal to omega into 15 by 3. That is 10. So അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 30/50. That is equal to നമുക്ക് 2 എന്ന് നമുക്ക് കിട്ടി. So 2 pi by time period, that is equal to 2. So time period is equal to, we can say, pi second. So we get the answer as is equal to C choice. So we can move with the question number 64. A simple pendulum is suspended from the roof of a trolley which moves in a horizontal direction with an acceleration a. Then the time period is given by. അപ്പോൾ നമ്മളൊരു ട്രോളിയുടെ കണ്ടീഷനാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അവിടെ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഒരു ട്രോളിയാണ്. ഇറ്റ് മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ. ഓക്കെ ഫൈൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കൺസെപ്റ്റ് വരുമ്പോൾ എഫക്റ്റീവ്ലി നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി വരെയാണ്. സിയുടെ ഫോഴ്സ് കാരണം ഒരു ആക്സിലറേഷൻ കൂടെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും അവിടുത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള ആക്സിലറേഷനായിട്ട് വരിക. അപ്പോൾ ആ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഈ തരത്തിൽ അവ തമ്മിൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും അവിടുത്തെ എഫക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ എഫക്റ്റീവ് ജി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഓഫ് ദ കൺസെപ്റ്റ് റൂട്ട് ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. We can move with the question number 65. A mass small m is suspended from a two coupled springs in series. The force constant for springs are K1 and K2. The time period of the suspended mass will be. നമുക്കറിയാം കപ്പിൾഡ് ഓസിലേറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അവൻ്റെ എഫക്റ്റീവ് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാമെന്നുള്ള കൺസെപ്റ്റ് സീരീസ് ആണ് കോമ്പിനേഷൻ ആണെങ്കിൽ അവയുടെ എഫക്റ്റീവ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്
K1 K2 by K1 plus K2 ആയിട്ട് മാറുകയാണ്. പാരലൽ ആയിരുന്നുവെങ്കിൽ K1 പ്ലസ് K2 ആയിട്ട് നമുക്ക് എടുത്താൽ മതിയായിരുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ K എഫക്റ്റീവ് എന്ന് പറയുന്നത് K1 K2 ഡിവിഷൻ ബൈ K1 പ്ലസ് K2 ആയിട്ട് മാറുന്നു. സോ ദാറ്റ് മീൻസ് we get the answer as is equal to yes, D as the option. We can move with question number 66. The damping force on an oscillator is directly proportional to velocity. The unit of the force constant is F is equal to, that is minus B into V. So B യുടെ യൂണിറ്റ് എന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്ന് പറയാൻ അതിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ MLT റൈസ് ടു -2 ഡിവിഷൻ ബൈ LT റൈസ് ടു -1 എന്ന് നമ്മൾ എടുക്കുമ്പോൾ M into T റൈസ് ടു -1 എന്നാണ് അർത്ഥം. That means we can say kilogram per second. So we can take C as the answer. We can move with the number 67. In case of a forced vibration, the resonance wave becomes very sharp when. So അതിൻ്റെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്ന് ഓർക്കണേ. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് there. കൂടുതൽ ഷാർപ്പ് വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് കീപ്പ് ഇൻ മൈൻഡ്, സി ദ ഡാമ്പിംഗ് എന്ന് പറയുന്നത് വളരെ ചെറുതാകുന്ന കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ഡാമ്പിംഗ് സ്മോൾ ആകുന്ന കേസസിലായിരിക്കും ഷാർപ്പ്നെസ് വരിക. കൂടുതലാകുന്നിടത്ത് ഷാർപ്പ്നെസ് വളരെ കുറവായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ബി എസ് ദി ആൻസർ. റെസൊണൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. സോ കീപ്പ് ഇൻ മൈൻഡ്, നമ്മൾ റെസൊണൻസ് സംഭവിക്കുന്നത് ആ ഒരു സിസ്റ്റത്തിൽ, എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഫോഴ്സ്ഡ് ഓസിലേഷൻസിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആകുന്ന സമയത്താണ്. സോ വി ക്യാൻ ടേക്ക് ബി എസ് ദി കൺസെപ്റ്റ്. Then number 69. A particle with restoring force is proportional to displacement and a resistive force proportional to velocity is subject to a force F sin omega 0. If the amplitude of the particle is maximum for omega and omega 1 and the energy of the particle is maximum for omega equal to omega 2, then what? അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകളാണ്. ഒന്ന്, എന്താണ് ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് ആൻഡ് എന്താണ് എനർജി റെസൊണൻസ്. അപ്പോൾ ഈ രണ്ട് കേസസിൻ്റെയും ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആംപ്ലിറ്റ്യൂഡ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആകുന്നത് അല്ലേ. നമ്മൾ സാധാരണ ആ ഒരു കണ്ടീഷൻ എടുക്കുന്ന സമയത്ത് ഫോഴ്സ്ഡ് ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് F0 ഡിവിഷൻ ബൈ M square into omega 0 square minus omega driven ഫ്രീക്വൻസിയുടേത് സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ ദ ഹോൾ റൈസ് ടു ഹാഫ്. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണെങ്കിൽ ഇവൻ മിനിമം ആകണം. അപ്പോൾ ഉറപ്പായിട്ടും ഡി ബൈ ഓഫ് ഒമേഗ വിത്ത് റെസ്പെക്ട് ടു ദിസ് ബിക്കം 0. അവസാനം നമുക്ക് കിട്ടുന്ന റിലേഷനാണ് ദറ്റ് ഡ്രിവൻ ആങ്കുലാർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2m സ്ക്വയർ. ഈ ബി സ്ക്വയർ ബൈ 2m സ്ക്വയർ ആക്ച്വലി വളരെ ചെറുതാണ്. പക്ഷേ ഈ ഒരു റിലേഷനിൽ എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ദാറ്റ് ഒമേഗ ഡി എന്ന് പറയുന്നത് ഉറപ്പിച്ച് പറയാം ലെസ് ദാൻ ഒമേഗ ഡി ഈസ് ലെസ് ദാൻ ഒമേഗ 0. ദാറ്റ് മീൻസ് ഒമേഗ 0യും ഒമേഗ ഡിയും ഈക്വൽ അല്ല എന്നുള്ള കൺസെപ്റ്റ്. ദാറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ്. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ വാല്യൂ വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഈക്വലായിട്ട് എടുക്കുന്നതിലും തെറ്റ് വരില്ല. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ എനർജി റെസൊണൻസിനെ പറ്റി നമുക്ക് പറയാം. സോ എനർജി മാക്സിമം എന്ന് പറയുമ്പോൾ വെലോസിറ്റി മാക്സിമം എന്നുള്ള കൺസെപ്റ്റാണ് അല്ലേ. വെലോസിറ്റി മാക്സിമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം A ഇൻറ്റു ഒമേഗ ഡി ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വരുന്ന റിലേഷൻ എന്ന് പറയുന്നത് F0 that driven frequency division by m square into omega square minus omega d square the whole square plus omega d square b square the whole raised to half. അവിടെയും നമ്മൾ ഇതേ സെൻസിൽ നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് മിനിമം ആകണം അല്ലേ. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് ഒമേഗ 0 ഈക്വൽ ടു ഒമേഗ ഡി. സോ എനർജി റെസൊണൻസ് സംഭവിക്കുമ്പോൾ ആ രണ്ട് ഫ്രീക്വൻസീസും സെയിം ആയിട്ട് മാറുകയാണ്. ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് സംഭവിക്കുമ്പോൾ അങ്ങനെ അല്ലതാനും. സോ ഫോർ 69 വി ക്യാൻ ടേക്ക് ദ വാല്യൂ. സോ ആംപ്ലിറ്റ്യൂഡ് റെസൊണൻസ് അത് ഈക്വൽ ആകുമ്പോഴല്ല
ആൻഡ് എനർജി റെസൊണൻസ് ഈക്വൽ ആകുമ്പോഴാണ്. സോ വി ക്യാൻ ടേക്ക് സി എസ് ദി ആൻസർ. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ 33 വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഐഡിയ നിങ്ങളുടെ കൈകളിലേക്ക് എത്തി. സോ ട്രൈ ടു ഡു once again all the questions. You get maximum score for coming NEET entrance exam. Take care. God bless you.